ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ആനിവേഴ്സറിയുടെ അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് എഡിറ്റ് ചെയ്ത് ഇന്നാണ് എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അങ്ങനെ രാവിലെ തന്നെ ഞാൻ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ വീടിനടുത്തുള്ള തന്നെ 2 ദേവീക്ഷേത്രത്തിലോട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആദ്യത്തെ ഇടത്തുനിന്ന് ഇറങ്ങി അതിന് ശേഷം നമ്മുടെ വീടിൻ്റെ താഴെയായിട്ടുള്ള ഒരു അമ്പലത്തിലും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തൊഴുതിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന വഴിക്ക് ഞാൻ നമ്മുടെ വീട്ടിലെ ഗണപതി നടയിലേക്ക് കൂടെ ചന്ദനത്തിരിയും കർപ്പൂരമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും ഈ വെഡ്ഡിങ് ഡേയുടെ അന്ന് ഇങ്ങനെ പെൻ ഡ്രൈവിൽ ഉള്ള നമ്മുടെ കല്യാണ വീഡിയോ കാണുക. ഇപ്പം ആ ദിവസം മാത്രമല്ല കാണുന്നത്, അല്ലാതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. എന്നിരുന്നാലും ആ ദിവസം അത് കാണുന്നതിൻ്റെ ഒരു ഫീലും സന്തോഷമൊക്കെ വേറെ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ ലെറ്റർ. ഇത് എൻ്റെ വീട്ടിലെ കല്യാണ ലെറ്റർ ആയിരുന്നു. നമ്മളിതിനെ കുറുക്കത്തെന്നൊക്കെ പറയും. അപ്പം ഈ ലെറ്ററിൽ കുറി തേച്ചിട്ടാണ് നമ്മളിങ്ങനെ കല്യാണം ക്ഷണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതാണ് എൻ്റെ ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നത്. ചേട്ടൻ്റെ ലെറ്റർ വേറൊരു ടൈപ്പായിരുന്നു. അപ്പോൾ ഇങ്ങനെ എൻ്റെ പേര് അഞ്ജന എസ് ടി, വീട്ടിൽ വിളിക്കുന്നത് അഞ്ജു എന്നാണ്. അങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. 2018 ഏപ്രിൽ 22-ാം തീയതി ആയിരുന്നു ഗൈസ് നമ്മുടെ കല്യാണം. അങ്ങനെ ഇതൊക്കെയാണ് ലെറ്ററിൽ കൊടുത്തിട്ടുള്ളത്. എല്ലാ കല്യാണ ലെറ്ററും പോലെ തന്നെയായിരുന്നു ഗൈസ് നമ്മുടെ കല്യാണ ലെറ്ററും. അങ്ങനെ ക്യൂട്ടായിട്ട് എൻ്റെ ലെറ്റർ വെറും 3 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. ഞങ്ങൾ കൊല്ലത്തു നിന്നാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതാണ് ചേട്ടൻ്റെ വീട്ടിലത്തെ ലെറ്റർ ഉണ്ടായിരുന്നത്. ഇവർക്ക് 2 ലെറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു റെഡ് കളറിൽ ഇംഗ്ലീഷിലും പിന്നെ മലയാളത്തിലും ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിലെ ലെറ്ററൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇത് നമ്മുടെ മലയാളം ലെറ്ററാണ്. ഇതിലും അതുപോലെ തന്നെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വെഡ്ഡിങ് ആൽബത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നിട്ടുള്ളത്. ഇത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഒരു ഇതും കൂടെ മറിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ആൽബം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പയ്യനെ സ്വീകരിക്കുന്ന ചടങ്ങെത്തി. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കല്യാണത്തിന് നല്ല ആളായിരുന്നു. നമ്മുടെ ഒരു അത്യാവശ്യം വലുതുമല്ല ചെറുതുമല്ലാത്ത ഒരു ഓഡിറ്റോറിയം ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഭയങ്കര തിരക്കായിട്ട് നമുക്ക് അവിടെ ഇങ്ങനെ ആൾക്കാർക്ക് ഇരിക്കാനൊന്നും സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കല്യാണത്തിന് മുന്നേ നമുക്ക് സാരി കൊണ്ട് തരും. അത് നമ്മൾ ആദ്യം ഒരു സാരി ഉടുത്തിട്ട് നിൽക്കുന്നുണ്ടാവും. അത് എൻഗേജ്മെൻറ്റ് സാരി ആയിരിക്കും. അതിൽ നിൽക്കുമ്പോഴത്തേക്കും നാത്തൂന്മാർ വന്നിട്ട് അടുത്ത സാരി ആയിട്ട് വരും. അതെടുത്തിട്ട് പന്തലിലിറങ്ങി ചടങ്ങൊക്കെ ഉണ്ട്. ആ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം പയ്യൻ്റെ കയ്യിൽ നിന്ന് പുടവ വാങ്ങിയിട്ടാണ് പിന്നെ നമ്മുടെ കല്യാണം നടക്കുന്നത്. അപ്പോൾ ഇനി പരിചയപ്പെട്ടെന്നാണ് നമ്മുടെ ഇതിൽ പറയുന്നത്. അങ്ങനെ എൻ്റെ മേക്കപ്പൊക്കെ ഭയങ്കര ബോറായിരുന്നു ഗൈസ്. ഞാനങ്ങനെ അധികം മേക്കപ്പൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ എൻ്റെ ഹെയർ എനിക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ മുടിയുടെ താഴെ വയ്ക്കുന്ന തുഞ്ചലം മാത്രം മതിയെന്നായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ആൻറ്റി വന്നപ്പോഴത്തേക്കും തിരുപ്പൻ മാത്രമേ ഹെയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ തുഞ്ചല സംഭവം ഇല്ലായിരുന്നു. പിന്നെ ഉള്ള ഇത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കാപ്പ് കെട്ടൽ ചടങ്ങാണ്. നമ്മൾ ആദ്യം ആ പരിയപ്പെട്ടൽ ഇറങ്ങിയിട്ട് നമ്മുടെ മാമൻ വന്നിട്ട് കയ്യിൽ കാപ്പ് കെട്ടിത്തരും. അതാണ് ഈ കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ സാരിയൊക്കെ മാറി പുടവയൊക്കെ വാങ്ങിയിട്ട് പോയിട്ട് സാരി മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കല്യാണമാണ്. അങ്ങനെ താലി കെട്ടാണ് ഗൈസ്. പിന്നെ അങ്ങോട്ടുള്ള ചടങ്ങുകളെല്ലാം ശടപടി എന്നായിരിക്കും. പിന്നെ ഓരോരുത്തർ വന്ന് അനുഗ്രഹിക്കുന്നു, ഭസ്മം ഇടുന്നു, അവരുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ പാലും പഴമൊക്കെ തന്നു. നമ്മൾ റിലേറ്റീവ്സിൻ്റെ കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു.
പിന്നെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയ ടൈമിൽ എല്ലാവർക്കും അറിയാം, നമ്മൾ വീട്ടിൽ നിന്ന് ഇത്രയും നാൾ വീട്ടിൽ നിന്നിട്ട് ഇറങ്ങുമ്പം എല്ലാവർക്കും വിഷമമായിരിക്കും. അങ്ങനെ അനിയത്തി എൻ്റെ കൂടെ വരാൻ നിന്നിട്ടാണ് അവളവിടെ നിന്ന് പൊട്ടി പൊട്ടി കരയുന്നത്. ഞാൻ വന്ന കാര്യം കൂടെ നമ്മുടെ ഇതിൽ വധുവിനെ കൊണ്ടാക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഒരാളും കൂടെ കൊണ്ടാക്കാനായിട്ട്, പയ്യൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഒരാളെ കൂടെ കൊണ്ടാക്കാനായിട്ട് പോകും. അപ്പോൾ അങ്ങനെ വന്നത് അവളാണ്. എന്നിട്ട് അവൾ എൻ്റെ കൂടെ വന്നിട്ട് കരഞ്ഞിട്ടാണ് തിരിച്ചു പോയത് ഗൈസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീടെത്തി, അടുത്ത ഔട്ട്ഫിറ്റൊക്കെ മാറി. ചേട്ടൻ്റെ വീട്ടിൽ റിസപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റേത് ഗൗണായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടന് 24 ദിവസമാണ് ലീവ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പെരുമാതറ ബീച്ചിലോട്ടാണ് ഗൈസ് നമ്മുടെ ഔട്ട്ഡോർ ഷൂട്ട് ഉണ്ടായിരുന്നത്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഒരുപാട് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ട് എൻ്റെ വീട്ടിലെ ആൽബമാണ്. അപ്പോൾ ഈ ഫോട്ടോ എന്ന് പറയുന്നത് എൻ്റെ അനിയൻ എനിക്ക് ഞങ്ങളുടെ സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ആയിട്ട് അവൻ പെൻസിൽ ഡ്രോയിങ് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നതാണ്. അത് ഞാനിങ്ങനെ ഫ്രെയിം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ ആൽബത്തിനകത്ത് തന്നെ സൂക്ഷിച്ച് വെച്ചേക്കാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫോട്ടോ വന്നിട്ടുള്ളത്. ഞാൻ തലേ ദിവസം ഈ ഒരു രീതിയിലായിരുന്നു. എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്കറിയാം, ഞാൻ അങ്ങനെ മേക്കപ്പൊന്നും ഒരുപാടൊന്നുമല്ല മേക്കപ്പ് ചെയ്തിട്ടില്ല. സിമ്പിളായിട്ടുള്ള ഇതായിരുന്നു. ലിപ്സ്റ്റിക്ക് അന്നൊക്കെ എനിക്ക് ലിപ്സ്റ്റിക്ക് ഇടുന്നതൊന്നും ഇഷ്ടമില്ലായിരുന്നു. ലിപ്സ്റ്റിക്ക് ഇട്ട് തന്നപ്പോൾ ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഞാൻ പിന്നെ തുടച്ച് കളയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹെയർ സ്റ്റൈലൊക്കെ കണ്ടാൽ അറിയാം, ഞാൻ നോർമലി അന്നൊക്കെ ഞാൻ ഭയങ്കര നാടൻ, ഇന്നും അധികം മോഡേൺ അല്ല, എന്നാലും അത്യാവശ്യം കുറച്ചുകൂടെ സ്റ്റൈലിലൊക്കെ മുടി കെട്ടാൻ പഠിച്ചു. പക്ഷെ അന്നൊക്കെയെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ സാധാരണ സഞ്ചിപ്പിരിയൊക്കെ തിന്നിട്ട് ആ ഒരു സ്റ്റൈലായിരുന്നു എനിക്കിഷ്ടം. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ആദ്യം. വേറൊരു സാരി ഉണ്ട്. തലേ ദിവസം എന്തായാലും സാരി തന്നെ നോക്കാം, ലെഹങ്കയൊക്കെ നോക്കി. ഇപ്പം അധികം റീയൂസ് ചെയ്യത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സാരി ഉടുക്കും. എനിക്ക് സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സാരി തന്നെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഒരു സാരി എടുത്തിട്ട് വന്നത്. ആർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ രണ്ടാമത് പോയിട്ട് സെറ്റ് സാരി എടുക്കുന്നത്. ഇത് വെഡ്ഡിങ്ങിൻ്റെ അന്ന് രാവിലെ നമ്മൾ അമ്പലത്തിൽ പോകാനായിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. രാവിലെ നമ്മൾ ആ സാരി ഉടുത്തിട്ടാണ്, ഇങ്ങനെ എൻഗേജ്മെൻറ്റ് സാരി ഉടുത്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ളത്. അപ്പോൾ ആ സാരിയാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ 3 സാരി വെയർ ചെയ്യുന്നതായിട്ട്. അപ്പോൾ ആ സാരി ഉടുത്ത് നമ്മൾ വീട്ടിൽ നിന്ന് വിളക്കൊക്കെ കത്തിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പയുടെ നിന്നും അമ്മയുടെ നിന്നൊക്കെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട്. പിന്നെ ബാക്കിയെല്ലാം ഇത് നിങ്ങൾ മറ്റേ ആദ്യം കാണിച്ച വീഡിയോയിൽ കണ്ട പോലെ തന്നെ ബാക്കിയെല്ലാം ആ സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇതാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ഡേ. അപ്പോൾ ഇത് ഞാനിവിടെ ഷെയർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആൽബം ഒന്നും നശിക്കത്തില്ല, എന്നാലും ഒരു സന്തോഷം. ഇതൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ ഇങ്ങനെ കിടക്കുമ്പം ഇപ്പോഴും ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അന്ന് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്നൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷവും വേറൊരു അന്നത്തെ ആ ഡേ നമ്മളൊന്നും കൂടെ ഫുള്ളായിട്ട് ഓർക്കും. അങ്ങനെയുള്ളതാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോയാണിത്. അപ്പോൾ സാരി വാങ്ങുന്നതൊക്കെ ഫോട്ടോയിൽ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞ്. പിന്നെ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ തലയിൽ പൂ വെച്ച കാര്യം. ഞാനാണെങ്കിൽ ആ ടൈമിൽ എൻ്റെ കുഞ്ഞുനാൾ മുതൽ എൻ്റെ അപ്പയ്ക്ക് പൂക്കട ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പൂക്കട ഉണ്ടായിരുന്നു, ശ്രീകൃഷ്ണ ഫ്ലവർ മാർട്ട് എന്ന് പറഞ്ഞിട്ട് പൂക്കട ഉണ്ടായിരുന്നു. അപ്പം കുഞ്ഞിലേ തൊട്ട് നമ്മൾ എവിടെ പോയാലും, സ്കൂളിൽ പോകാനാണെങ്കിൽ പോലും സ്വന്തമായിട്ട് പൂക്കടയുള്ള മോളുടെ തലയിൽ ഇച്ചിരി പൂ വെച്ചുകൊണ്ട് എന്തായാലും അപ്പം പറഞ്ഞു വിടുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് പൂ വയ്ക്കുമായിരുന്നു. കൊച്ചിലേ തൊട്ട് എനിക്ക് ഒരുപാട് പൂ വയ്ക്കുന്നത് ഇഷ്ടമായിരുന്നു. എൻ്റെ തലയിലിരിക്കുന്നത് 1 കിലോ പൂവാണ് ഗൈസ്. പക്ഷെ അന്ന് വെച്ചപ്പോഴും നമുക്ക് ബാക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു എങ്ങനെ പൂ വയ്ക്കണം, എനിക്ക് കാവ്യ മാധവൻ പൂ വയ്ക്കുന്ന പോലെ വയ്ക്കണം, ഇത് മാത്രമേ ഞാൻ ആൻറ്റിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. തല നിറച്ചിട്ട് പൂ വെച്ചിട്ട് അത് ഓവറായിപ്പോയി ഗൈസ്. അപ്പം ആ ഫോട്ടോയിലൊക്കെ കാണാൻ ബാക്കൊക്കെ ഭയങ്കര ഇങ്ങനെ കയറി ഇറങ്ങി ആ ഒരു ടൈപ്പിലാണ്. കാരണം നമ്മൾ ഇത്രയും പൂ തലയിൽ കുത്തി വെക്കുമ്പോഴത്തേക്കും നല്ല തലവേദന എടുക്കും. അതൊന്നും എനിക്ക് പിന്നീട് ഇത്രയും പൂ ആദ്യമായിട്ട് വെക്കുന്നുണ്ട് അറിയത്തില്ലായിരുന്നു. കുറേ കിളവി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വെച്ചതിൻ്റെ ഭംഗിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ഇതാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ഡേ മെമ്മറീസ്. ഇതിപ്പോൾ പറയുമ്പോൾ തന്നെ ആ ദിവസം ഞാൻ ഫുള്ളി ഒന്നുകൂടെ ആലോചിക്കുകയും സന്തോഷിക്കുകയും ആ ഒരു ഫീലാണ് ഗൈസ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ വന്നിട്ട് നമ്മുടെ എൻഗേജ്മെൻറ്റ് സാരി ഇതാണ്. അപ്പോൾ അന്ന് നമ്മുടെ ഇങ്ങനെ ഫോട്ടോയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
ഉള്ളവരുടെ ഫോണിൽ തന്നെ എടുത്തിട്ടുള്ള ഫോട്ടോസാണ് നമ്മളിങ്ങനെ, അതും നമ്മുടെ വീട്ടിൽ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ചേട്ടൻ്റെ ഇവിടെ ചേട്ടൻ്റെ അപ്പയും അമ്മയൊക്കെ കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചതായിരുന്നു ഇങ്ങനെ ഫോട്ടോസ് എല്ലാം പ്രിൻ്റ് എടുത്ത് ആൽബമായിട്ട് സൂക്ഷിച്ചത്. അപ്പോൾ അതിൽ നമ്മുടെ ചേട്ടൻ നാട്ടിലില്ലായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ പയ്യൻ്റെയും വധുവിൻ്റെയും മാമന്മാർ വന്നിട്ട് തട്ടം കൈമാറും. ഈ തട്ടത്തിൽ രണ്ടുപേരുടെയും ഗ്രഹനിലയും പിന്നെ ഫ്രൂട്ട്സും താമ്പൂലം കൈമാറുന്ന പോലെ തട്ടം കൈമാറുന്നതാണ് നമ്മുടെ എൻഗേജ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിയുമ്പോഴേക്കും എല്ലാവരും വന്നിട്ട് നമ്മുടെ ഭസ്മയിട്ട് അനുഗ്രഹിക്കും. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ ഗൈസ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക്